അവിടെ എത്തുമ്പോൾ ഞാൻ എവിടെയായിരിക്കും? ഈ ബഷീർ പോകുന്നതെന്ന് പറഞ്ഞത് എന്നോട്, അയാളെ കൂടെ വേറൊരു ഇതിപ്പം നമ്മൾ പറഞ്ഞ ഒരു വലിയൊരു മഹത്തായ സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരു ഐക്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ബഷീറിന്റെ കൂടെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്ന ആള് അയാൾക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ എന്റെ നേതാവ് പറഞ്ഞു പോവാൻ, ഞാൻ പോകുന്നു, എവിടെയാണ് അത്, അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കുന്നാ പറഞ്ഞത്. അപ്പൊ അയാളെ കയ്യില് ക്യാപ്റ്റന്റെ നമ്പറില്ല, ആരെ വിളിക്കണം, എന്റെ പോസ്റ്റ് എവിടെയായിരിക്കും, ഞാൻ എവിടെയാണ് ഡ്യൂട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ബഷീറിന്റെ കൂടെയുള്ള ചങ്ങാതിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു നിർഭാഗ്യവാനായ അല്ലെങ്കിൽ ഒരു ധാരണയില്ലാത്ത ഒരു ചങ്ങാതി ആവരുത് നമ്മളാരും. നമ്മൾ എന്തായാലും ആരാണ് നമ്മുടെ ക്യാപ്റ്റൻ, ക്യാപ്റ്റന്റെ നമ്പർ എന്താണ്, ഇനി അത്യാവശ്യം വേണം, നേരത്തെ വരുന്ന പിന്നെ റസാഖ് മാഷ് നമ്പർ വന്നിട്ടുണ്ട്, നിങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട നമ്പറുകൾ ഉണ്ടാവും ക്യാപ്റ്റന്മാരുടെ, ആ നമ്പറുകളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ എവിടെയാണ് എന്റെ ഡ്യൂട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടാവും. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ അപ്പൊ നീ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നമ്പറൊന്നുമില്ല, നീ എവിടെ പോകും? ഇല്ല, അത് ഞാൻ ആദ്യം എന്റെ ഇളയമ്മന്റെ വന്നിട്ടുണ്ട്, അപ്പൊ അവനെ കണ്ടതിന് ശേഷം ഞാൻ അവിടെ അവന് പോയിട്ട് പിന്നെ നോക്കിയിട്ട് അയാൾ എന്നെ വിളിക്കും, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അത് ഗൗരവത്തിലുള്ള വ്യത്യാസമാണ്. ബഷീറിന് അങ്ങനെയല്ല. ബഷീർ തീർച്ചയായും നേരത്തെ കാലത്ത് ചെന്ന് ആദ്യം ക്യാപ്റ്റൻ വിളിക്കുന്നത്, ഞാൻ ഇന്ന സമയത്ത് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പണിക്കാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വേറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതല്ല നമ്മുടെ ഗൗരവം, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന, നേരത്തെ ദാരിമി സാഹിബ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ പ്രതിജ്ഞ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ ക്രമം തെറ്റിച്ചിട്ടുള്ള ഒരു അക്രമത്തിലേക്ക്, ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ആരും തന്നെ പോകരുത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഗൗരവത്തിൽ തന്നെ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തെ, അതിന് അർഹിക്കുന്ന ഗൗരവം അത് നമ്മൾ മനസ്സിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത്. മിനായിലെത്തിയാൽ ഉടൻ, ഇതിനു മുമ്പ് നമ്മുടെ അസീസ് മാഷ് പറഞ്ഞ പോലെ മിനായിലെത്തിയാൽ ഉടൻ നമുക്കൊരു സ്ഥല ബോധമുണ്ടാവും. ഇത് എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള റോഡുകളൊക്കെ എവിടെയാണ് ഈ ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യത്തെ 1-2 മണിക്കൂർ അതിനു വേണ്ടി തന്നെ ചെലവഴിച്ചോളൂ, എന്നാലും പ്രശ്നമില്ല. കാരണം പിന്നീട് നടന്ന് അന്വേഷിക്കുന്നതിന് പകരം ആദ്യം തന്നെ നമ്മൾ പോയ ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ ഭാവനയിലാണ് ഉള്ളത്. ചില ആൾക്കാർക്ക് പോയിട്ടുണ്ട്, പരിചയമുണ്ട്, എന്നാലും ഒരു പരിചയം പുതുക്കൽ. ഡോക്ടർ ഇസ്മായിൽ പറഞ്ഞ പോലെ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നു, നമ്മൾ അവിടെ പോയിട്ട് ഫസ്റ്റ് തന്നെ എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും, എവിടെയാണ് ഹോസ്പിറ്റൽ, എവിടെയാണ് മിലിറ്ററി പോസ്റ്റ്, എവിടെയാണ് ഇൻഫർമേഷൻ സെന്റർ, ഈ പറഞ്ഞ ഈ ഭാരത് ബ്രിഡ്ജ് എവിടെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് സജ്ജമാവും. അങ്ങനെ ബഷീർ അവിടെ പോയതിനു ശേഷം ഒരു അനുഭവം ഉണ്ടായത് എന്താ പറഞ്ഞാല്, ഇപ്പം അന്നർ സാഹിബ് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മൾ പൊതിയുന്നു. ശരിക്കും അങ്ങനെ തന്നെ ഒരു തേനീച്ച എന്താ പറയുക, വല്ലാതെ പൊതിയും. ഒന്നാമത് നമ്മുടെ നല്ല മനോഹരമായ ജാക്കറ്റും പിന്നെ നമ്മുടെ ആ പ്രസന്നമായ മുഖവും നമ്മൾ ആ തയ്യാറെടുപ്പ് കാണുമ്പോൾ എല്ലാവരും നമ്മളെ കൂടെ അങ്ങോട്ട് വരും. ഇങ്ങനെ 2 കൂട്ടം ഹാജിമാര് ഈ ബഷീറിനടുത്തേക്ക് വന്നു പോരും. അപ്പം ബഷീർ ആദ്യം ഒരു ടീമിനോട് ഇങ്ങനെ എന്താണ്, അപ്പം അതൊരു പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ടീമാണ്. അപ്പൊ ഈ ബംഗ്ലാദേശിലുള്ള ടീം ഒരു ഭാര്യയും ഭർത്താവുമാണ്. അയാൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഞങ്ങള് ഇന്ന ഇതിലാണ്, നമ്മുടെ നമ്പർ ഇതാണ്, പക്ഷെ സ്ഥലത്ത് മാറിപ്പോയി ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ബഷീർ അതൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ധാരണയൊക്കെ കിട്ടി. അപ്പോഴാണ് വേറൊരു ഒരു പാകിസ്ഥാൻ ടീം വരുന്നത്. അവരാണെങ്കിൽ വളരെ വയസ്സായി ക്ഷണിച്ചിരിക്കുന്നു, അവരും ഇതുപോലെ തന്നെ. പക്ഷെ ഇയാൾക്ക് ഈ പാകിസ്ഥാനോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് കാർഡുകൾ പലതും വരുന്നു. മക്ക കാർഡ് വരുന്നു, മദീന കാർഡ് വരുന്നു, ഹറമ് അവിടെ മിനയിലെ കാർഡ് വരുന്നു, അറഫയിലെ കാർഡ് വരുന്നു, ഇങ്ങനെ ഒരുപാട് കാർഡുകൾ വരും. എന്നാലൊക്കെ ഈ ടെന്റുകളൊന്നും സ്പോട്ട് ചെയ്യാൻ ഇയാൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇവിടെ പോയിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആള് നിങ്ങൾ പറയും ബഷീർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവും? ആർക്ക് പറയാൻ പറ്റും? അവരായിട്ട് ബന്ധപ്പെടുന്നു. അടുത്ത് വേറെ വളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടണം. ആരെ ബന്ധപ്പെടുത്തണം? അവിടെ ഒരു വളണ്ടിയറിനെ നമ്മൾ കാണുന്നില്ല. ഇവർ 2 പേരും നിങ്ങളുടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ ഇതൊരു നല്ല അഭിപ്രായമാണ്. നമ്മുടെ അടുത്ത ഏതെങ്കിലും വളണ്ടിയർ ഉണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവുന്ന ഒരു വളണ്ടിയർ എടുത്താണ് നമ്മളവിടെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ അന്നായിരിക്കണം വേറെ ആർക്കും എന്തെങ്കിലും പറയാൻ തോന്നുന്നു. അതേ രാജ്യക്കാരെ തന്നെ ബന്ധപ്പെടണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിന് ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യണല്ലോ, എന്ത് ചെയ്യും നിങ്ങൾ? അങ്ങനെ വരുന്ന കേസിൽ ഏറ്റവും അതായത് ഒരു കേസ് ഭാര്യയും ഭർത്താവും ഉള്ളതാണ്. അതായത് അവർക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ സഹായത്തിനുണ്ട്, രണ്ടാളൊപ്പമുള്ളവരാണ്. അത് മറ്റേ ഒരു കക്ഷി വരുന്നത് ഒരു സ്ത്രീ മാത്രമാണ്. അവർ വളരെ ടയർഡാണ്. അപ്പൊ ആ ടയർഡായ സ്ത്രീയാണ് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. മറ്റവരോട് എടുത്തിട്ട് അവരെ സമാധാനിപ്പിച്ചെടുത്തിട്ട് ഈ ടയർഡായ സ്ത്രീയുടെ അഡ്രസ്സ് നോക്കി ഏറ്റവും വേഗം നമ്മുടെ അടുത്തുള്ളവർ വളണ്ടിയർക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് എത്തിക്കുക.
അല്ലെങ്കിൽ ഇവരെ ഇരുത്തി, കാരണം ഇവർക്ക് കുറച്ച് മറ്റൊരു നടന്നു പോയി മറ്റൊരു വളണ്ടിയറുടെ സഹായം നേടാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ മറ്റൊരു സ്ത്രീയാണ്, അവർക്ക് തീരെ ടയർഡായതുകൊണ്ട് അവരെ ആദ്യം പരിഗണിക്കണമെന്നാണ്. ഈ അനുഭവം സംസാരിക്കുന്നൊക്കെ അറിയില്ല, ഇതാണ് വേറൊരു അനുഭവം. വളരെ വളരെ നന്നായിട്ടുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാസർ സാഹിബിന്റെ അടുത്ത് നിന്ന്. നമ്മൾ പരിഗണിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രായം ചെന്നവർക്കും അക്ഷരജ്ഞാനമില്ലാത്തവർക്കാണ് ആദ്യം പരിഗണന കൊടുക്കുന്നത്. നമ്മൾ അവരെ പരിഗണിക്കണം. വളരെ പ്രായം ചെന്ന ആൾക്കാർ, മറ്റൊരു നാവിൽ വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ നാടൻ ചിലവരല്ലേ, നിങ്ങളുടെ നാവിലില്ല വഴിയുണ്ടെന്ന് പറയില്ലേ. അപ്പൊ ഈ വർത്താനം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് നാവിൽ വഴിയുണ്ട്. അപ്പൊ വർത്താനം പറഞ്ഞ് മനസ്സിലാവാത്ത ഇയാളെ നമ്മൾ പരിഗണിക്കണം. അവരെ പരിഗണിച്ചിട്ട് അക്ഷരജ്ഞാനമില്ലാത്ത പ്രായം ചെന്ന ആൾക്കാരെ പരിഗണിക്കണം. എന്നിട്ട് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. മാത്രമല്ല, വെറുതെ ആയി പോകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ഇത് ഈ ബഷീറിന് തന്നെ സംഭവിച്ചിട്ടുള്ള വേറൊരു അനുഭവമാണ്. ബഷീർ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ ആ പ്രായം ചെന്ന ആളോട് പറഞ്ഞു മറ്റാളെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റും. കാരണം എന്താണ്, ഇയാൾക്ക് മനസ്സിലായി. അപ്പൊ ഇയാൾ ന്യായമായി വിചാരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇവനെ പെട്ടെന്ന് അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഈ പ്രായം ചെന്ന ആളോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും, ഇന്തിസാർ കറോ, അങ്ങനെ പത്താവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇയാൾ മറ്റൊരു കൊണ്ട് പോവാണ്. നമുക്ക് ഈ സ്റ്റോറിയുടെ മറ്റു ഭാഗം അറിയില്ല. ഇയാൾ പോയി കഴിഞ്ഞാൽ, ബഷീർ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ സ്ഥലത്ത് എത്താൻ പറ്റും. ഈ പ്രായം ചെന്ന ആൾക്കാർ ഇവരും വിശ്വസിച്ച് അവിടെ തന്നെ ഇരിക്കും. ഇവർക്ക് ചിലപ്പോൾ വളരെ നാടൻ പ്രദേശത്ത് വരുന്ന ആൾക്കാർക്ക് വളരെ വിശ്വാസം അർപ്പിച്ചിട്ട് അവിടെ ഇരിക്കും. അവർ പിന്നീടും വീണ്ടും കുറെ സമയം ആ വെയിൽ കൊണ്ട് വീണ്ടും തളരും. നമുക്കിട്ട് ആ വാഗ്ദാനങ്ങൾ വന്നിട്ട് പാലിക്കാനും പറ്റില്ല. എന്നാലോ ഇത് കഴിഞ്ഞ് ഹജ്ജിനൊക്കെ വളണ്ടിയർ സേവനം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഈ സംഭവം ആലോചിച്ചിട്ട് ഞാൻ ആ സാധനം വെറുതെ അവിടെ ഇരിക്കല്ലോ, തീരാ ദുഃഖമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ താഴായി പോകുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ പാടില്ല. ആരോടും നിങ്ങൾ ഇവിടെ ഇരിക്കുക നമ്മളോട് തിരിച്ചു വരുമെന്ന് പറയും, ഒന്നും പാടില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ അതിലേറ്റവും പരിഗണന അറിയിക്കേണ്ട ആൾക്കാരെ പരിഗണിക്കുക. മറ്റാൾക്കാരെ വേറെ ആൾക്കാർക്കെങ്കിലും ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ അയാൾ പോയി പിന്നെ കാണുന്നത് ഒരു തഹസീൽദാർ. ഈ തഹസീൽദാറിന്റെ അവസ്ഥ വളരെ സംഭവം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അറഫ കഴിഞ്ഞ് മുസ്ദലിഫ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് തവാഫും സഴിയും ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിച്ചിട്ട് ഇയാൾക്ക് ഒരു വകയൊന്നും മനസ്സിലാകുന്നില്ല. വിഭ്രാന്തിയിൽ അകപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, നമ്മൾ ഇങ്ങനെയുള്ള പല ആൾക്കാരും പല സന്ദർഭങ്ങളിലും കണ്ടു. അതായത് ഈ കണ്ട തഹസീൽദാർ അയാൾ വരുന്ന എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മംഗലത്തിന് വരണം കേട്ടോ, വളരെ നാളായിട്ട് ആലോചിച്ച് നടന്ന മംഗലാണ്, ആ മംഗലത്തിന് എന്തായാലും വരണമെന്ന് പറഞ്ഞാണ് ഇയാൾ പറഞ്ഞു നടക്കുന്നത്. ഇയാൾക്ക് ഒരു പിടുത്തമില്ല, ഇയാൾ ആരാണ്, എവിടെയാണ്, എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പൊ ഈ ബഷീർ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും? നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ അനുഭവം കണ്ടിട്ടുണ്ടോ? അങ്ങനെ അഥവാ കാണുന്ന പക്ഷം അടുത്തുള്ള ഒരു വളണ്ടിയറുകളും കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഏത് രാജ്യത്തിന്റെ എംബസിയാണ് അവിടെ ഉള്ളത്, ആ എംബസിന്റെ ഇത് കൊടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അയാളെ പറ്റി ഒരു തീരുമാനത്തിൽ കൊടുക്കും. കാരണം അയാളുടെ കയ്യിൽ ഒരുവിധ കാർഡും ഉണ്ടാവില്ല, ഒരുവിധ ഇല്ലാത്ത അയാളിളകി പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എംബസിയിൽ നിന്ന് മനസ്സിലാവും ഇത് തഹസിൽദാർ പാകിസ്ഥാനിയാണെന്ന് ഉള്ള ഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാവും. അതല്ലെങ്കിലോ പിന്നെ മറ്റുള്ള ഏതെങ്കിലും ആ രാജ്യക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരവർ അതിന്റെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. ബഷീർ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെന്ന് പറഞ്ഞാൽ അയാളെ കൂട്ടി അയാൾ മൊബൈൽ വാങ്ങിച്ചു. അയാൾ അവസാനം വിളിച്ച നമ്പറുകളൊക്കെ നോക്കി അതിൽ വിളി തുടങ്ങി അവസാനം എത്തിയത് നാട്ടില് ആലപ്പുഴയിലും കണ്ടുള്ള ഒരു വീട്ടിലാണ്. അവിടെ ഇപ്പം മകളെ കിട്ടും. മകളോട് കാര്യങ്ങൾ വളരെ മാന്യമായ ഭാഷയിൽ ഒന്നുമില്ല. നിങ്ങളുടെ ഉപ്പ ഇവിടെ ഉണ്ട്, എനിക്ക് ഫോണിൽ കൊണ്ട് വിളിക്കാൻ വേണ്ടി തന്നാണ്, അപ്പൊ ഇവിടെ വേറെ ആരെയും ഉള്ളത് എന്നെല്ലാം ചോദിച്ചിട്ട് വളരെ സമാധാനത്തിൽ അവിടെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്യാതെ ഇവിടെയുള്ള ആൾക്കാരെ നമ്പർ വാങ്ങിച്ചു. അങ്ങനെ അയാളുടെ പുറകെയാണ് ബഷീർ അന്ന് മുഴുവൻ. അയാളുടെ ടെന്റിലെത്തിച്ചു. ആ ടെന്റിൽ നിന്ന് പിന്നെ ബന്ധുക്കളെ വരുത്തിച്ചു. അങ്ങനെ ബന്ധുക്കളെ കയ്യിൽ എത്തിച്ചു കൊടുത്തു. അതിനുശേഷം അവർക്ക് കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം നമ്മൾ ഒരിക്കലും തന്നെ അവിടെ ഒരു പകുതി വഴിയിൽ അവരെ ഉപേക്ഷിക്കും. ഇങ്ങനെയുള്ള രോഗികളെ ആരെ തന്നെയും പകുതി വഴിയിൽ ഉപേക്ഷിക്കും. അതിന്റെ വളരെ വ്യക്തമായ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അതിന് അന്ന് ഈ ഹാജിന്റെ പുറകെ പോയി 10-200 വേറെ ഹാജിമാരുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷെ അങ്ങനെയല്ല. ഇത് വളരെ വിലപ്പെട്ട സമയമാണ്, അതുപോലെ തന്നെ വിലപ്പെട്ട ജീവനുമാണ്. അള്ളാഹുവിന്റെ അതിഥികളായിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അവർക്ക് വേറെ എന്ത് സംഭവിക്കും, നമ്മുടെ ആ പരിരക്ഷ അവിടെ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വളരെ
നമുക്ക് പിന്നെ ദഹിക്കാൻ പറ്റാത്ത ആ മക്കൾക്ക് ഉപ്പ് നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥയിൽ വരെ എത്തിയേക്കും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് അന്നത്തെ ദിവസം അതിനു വേണ്ടിയാണെങ്കിൽ അതിനു വേണ്ടി, അങ്ങനെ ഒരു ജീവൻ രക്ഷപ്പെടുത്താനാണെങ്കിൽ അതിന് പറ്റുമല്ലോ, അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബഷീർ അന്ന് രാത്രിത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് അവിടെ എത്തിയപ്പോഴേക്കും നേരത്തെ കണ്ട കൂട്ടുകാർ കിടന്നുറങ്ങുക. എന്താ കാര്യം? ഇയാൾ ഈ ഹജ്ജിന്റെ വളണ്ടിയറിന് ഒന്ന് പോകുന്ന അന്ന് ഇറങ്ങിയ തന്നെ ഒരു 2-3 കിലോമീറ്റർ നടന്നാണ്. ഇതൊന്നും നമ്മൾ AC റൂമിൽ ഇരിക്കുന്ന നമുക്കൊന്നും ഇത് ശീലമില്ലല്ലോ. അപ്പം ബഷീർ എന്നാണ് പറഞ്ഞത്, എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ഹജ്ജ് വളണ്ടിയറിന് പോവാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മളൊരു പഴക്കൊല്ലികളാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വളരെ വൈകിയിരിക്കുന്നു, എന്നാൽ തന്നെയും ഇനി ഒരാഴ്ച ഉണ്ട്. ഈ ഒരാഴ്ച നമ്മൾ പറ്റുമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് 2-3 കിലോമീറ്റർ നടക്കും. ശാരീരിക ക്ഷമത വേണം. അവിടെ പോകുന്നത് നമ്മളെ പിന്നെ നമ്മൾക്ക് വെള്ളം തരാനും നമ്മളെ ശുശ്രൂഷിക്കാനും വേണ്ടി മറ്റുള്ള വളണ്ടിയർമാരെ അകറ്റുന്ന ഒരു അവസ്ഥ, അത് ഒരു കൂളിമക്കുരുവാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നല്ല ശാരീരിക ക്ഷമതയോട് കൂടി ആയിരിക്കും അവിടെ പോകുന്നത്. അതിന് പറ്റുമെങ്കിൽ രാവിലെയും രാത്രിയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊന്നും നടന്ന് നമ്മളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെ വളരെ ആസൂത്രിതമായിട്ട് വളരെ ഊർജ്ജസ്വലരായിക്കൊണ്ടതിനു വേണ്ടി തയ്യാറെടുക്കണം. അങ്ങനെ ബഷീർ പിറ്റേന്നാണ് പിന്നീട് വീണ്ടും വരും. ബഷീർ അവിടെ ഇതിന് വന്നപ്പോൾ ഈ കാണുന്നത് പോലെ കുറച്ചും കൂടി വളരെ മോശമായ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള വിഭ്രാന്തിയിലാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷ ആൾക്കാരും വഴിതെറ്റിയ ആൾക്കാരാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ, പിന്നെ കുറച്ച് ആൾക്കാർ എവിടെയാണ് ഹോസ്പിറ്റലിൽ മരുന്ന് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടത്തുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഭക്ഷണം വാങ്ങാൻ എങ്ങനെ വാങ്ങണം, പണമുണ്ട് പക്ഷെ എങ്ങനെ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം ഒന്നും അറിയാതെ, ജംറാത്തിലേക്ക് എങ്ങനെ പോകണം, എനിക്ക് ബലിയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പല രീതിയിൽ പല ആൾക്കാരാണ്. ഇവർക്ക് ആർക്കും തന്നെ നമ്മളാരാണ് എന്താണെന്നൊന്നും അറിയില്ല. നമ്മളൊരു സ്ഥലത്ത് അവിടെ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി വന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്ന രീതി അവിടെ ആരും തന്നെ സ്വീകരിക്കില്ല. ആവശ്യപ്പെടും, കൽപ്പിക്കും. ഇനി അതും പറ്റിയില്ലെങ്കിലോ ചിലപ്പോൾ നല്ല തെറിയുമ്പോൾ നിങ്ങൾക്കെന്താ ഇന്ത്യക്കാരെ മാത്രമേ സർവ് ചെയ്തുകൂടൂ, നിങ്ങൾക്കെന്താ വെറുതെയാണോ പൈസ തന്നിരിക്കുന്നതിനും മറ്റു പല രീതിയിലുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ വരും. അങ്ങനെ കേട്ട ആൾക്കാരുണ്ടാവുമല്ലോ ഇവിടെ, അല്ലെ?